തദ്ദേശ തെരഞ്ഞെടുപ്പിനായി അരയും തലയും മുറുക്കിയൊക്കെ മുന്നണികൾ ഇങ്ങനെ സജീവമായ പ്രചാരണം കൊഴുപ്പിക്കുകയാണ്. എന്തായാലും നമ്മൾ പോകുന്നത് തിരുവനന്തപുരത്തേക്കാണ്. വികസിത തിരുവനന്തപുരം വാഗ്ദാനം ചെയ്ത BJPയുടെ തെരഞ്ഞെടുപ്പ് പ്രകടന പത്രിക. തിരുവനന്തപുരം കോർപ്പറേഷനിൽ NDA അധികാരത്തിലെത്തിയാൽ 45 ദിവസത്തിനകം സമഗ്ര വികസനത്തിന്റെ രൂപരേഖ പ്രഖ്യാപിക്കും. മാരാർജി ഭവനിൽ നടന്ന ചടങ്ങിൽ BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ ഓട്ടോ തൊഴിലാളിയായ വിജയനെ കൈമാറിയാണ് ഈ പത്രിക പുറത്തിറക്കിയത്. മാറാത്തത് ഇനി മാറുമെന്ന സന്ദേശം പകരുന്നതാണ് NDAയുടെ പ്രകടന പത്രിക. NDA അധികാരത്തിലെത്തിയാൽ 45 ദിവസത്തിനകം തിരുവനന്തപുരം നഗരത്തിന്റെ സമഗ്ര വികസനത്തിന്റെ രൂപരേഖ പ്രഖ്യാപിക്കും. കോർപ്പറേഷൻ സേവനങ്ങൾക്കായി ഓഫീസുകൾ കയറിയിറങ്ങാതെ ഭരണം ഓൺലൈൻ സംവിധാനങ്ങൾ വഴിയും CSI മുഖേനയും വീട്ടുപടിക്കൽ എത്തിക്കുമെന്ന ഉറപ്പ് പ്രകടന പത്രിക നൽകുന്നു. 2030 ഇന്ത്യയിലെ മികച്ച 3 നഗരങ്ങളിലൊന്നായി അനന്തപുരിയെ മാറ്റുമെന്നാണ് നൽകുന്ന ഉറപ്പ്. സാധാരണ ജനങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുകയാണ് ലക്ഷ്യമെന്ന് പത്രിക പ്രകാശനം ചെയ്ത രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ മുമ്പോട്ട് വയ്ക്കുന്ന വികസിത തിരുവനന്തപുരം എന്ന കാഴ്ചപ്പാട്, ആ മാറ്റം കൊണ്ടുവരാൻ, ഇവിടെ വികസനം കൊണ്ടുവരാൻ, അഴിമതി രഹിത ഭരണം കൊണ്ടുവരാൻ, ജനങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ എന്ന ഒരു ഭരണം, ഒരു പുതിയ ഭരണശൈലി കൊണ്ടുവരാൻ ഉള്ള ഒരു കാഴ്ചപ്പാടാണ്, കൊണ്ടുവരാനുള്ളൊരു രാഷ്ട്രീയമാണ്. മുഴുവൻ കേന്ദ്ര പദ്ധതികളും എല്ലാ വീടുകളിലും എത്തുന്നുണ്ടെന്ന് ഉറപ്പാക്കും. അഴിമതി രഹിത ഭരണം ഡിജിറ്റൽ AI സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ നടപ്പിലാക്കും. വർഷം തോറും വികസന റിപ്പോർട്ട് കാർഡും ബജറ്റ് റിപ്പോർട്ട് കാർഡും പുറത്തിറക്കും. ആരോഗ്യരംഗത്ത് വിദഗ്ധ സേവനം ഉറപ്പാക്കും. ജനങ്ങൾക്ക് തലവേദനയായി മാറുന്ന തെരുവു നായ്ക്കളെ ഷെൽട്ടറിൽ പാർപ്പിക്കുമെന്നും പ്രകടന പത്രിക വാഗ്ദാനം ചെയ്യുന്നു. മാരാർജി ഭവനിൽ നടന്ന ചടങ്ങിൽ ജില്ലാ സംസ്ഥാന നേതാക്കളും സ്ഥാനാർത്ഥികളുമടക്കം നിരവധി പേർ പങ്കെടുത്തു. ജനം, തിരുവനന്തപുരം.